എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഹനുമാൻ സ്വാമിയുടെ കഥ കേട്ടാലോ? എനിക്ക് കഥയൊന്നും നന്നായിട്ട് പറയാനൊന്നും അറിയില്ല, ഒരു ഫ്ലോയിൽ പറയാനും അറിയില്ല. ഞാനൊരു ഓർത്തെടുത്ത് പറയാം കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ? സുവർബഗിരി എന്ന് പറയുന്ന പ്രശസ്തമായ പർവ്വത നിരകളുള്ള ഒരു വനപ്രദേശത്ത് ഒരു 60,000 വാനരന്മാർ താമസിക്കുന്ന ആ ഒരു സ്ഥലമായിരുന്നു. അവിടെ കേസരി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് അഞ്ജനാദേവി എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവരതിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ ആ വിഷമത്തിൽ അഞ്ജനാദേവി ഒരു ദിവസം തീരുമാനിച്ചു, ഞാൻ വായുദേവനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അഞ്ജനാദേവി തപസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഭർത്താവ്, അതായത് കേസരി രാജാവ്, തപശ്ചരികൾക്ക് ആവശ്യമായ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് അഞ്ജനാദേവിയോട് പറഞ്ഞു, നീ പുഞ്ചകസ്ഥലം എന്ന് പറയുന്ന ആ പ്രദേശത്ത് പോയി നീ വേണം തപസ് ചെയ്യാനെന്ന് പറഞ്ഞു. അങ്ങനെ അഞ്ജനാദേവി പുഞ്ചകസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഠിനമായ തപസ്സനുഷ്ഠിക്കാനായിട്ട് ആരംഭിച്ചു. ഏകദേശം 1 വർഷത്തോളം അഞ്ജനാദേവി കഠിനമായി തപസ്സനുഷ്ഠിച്ചു. പക്ഷേ ആ തപസ്സിലും വായുദേവൻ സംപ്രീതനായെങ്കിലും അഞ്ജനാദേവി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വായുദേവൻ എന്ത് ചെയ്തു? ആ പ്രദേശത്ത് കഠിനമായ പേമാരിയും ഭൂമികുലുക്കവും കൊടുങ്കാറ്റും അങ്ങനെയൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കി. ആ പ്രകൃതി ദുരന്തങ്ങളിൽ പക്ഷികളും മൃഗങ്ങളും എല്ലാം ഓടി രക്ഷപ്പെട്ടു, പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. വീടുകളൊക്കെ ഒഴുകിപ്പോയി. പക്ഷെ അഞ്ജനാദേവിക്ക് മാത്രം ഒരു കുലുക്കവും ഉണ്ടായില്ല. അഞ്ജനാദേവി കഠിനമായ ആ തപസ്സിൽ അടിയുറച്ചു നിന്നു. അങ്ങനെ അഞ്ജനാദേവിയുടെ തപസ്സിൽ സംപ്രീതനായ വായുദേവൻ എന്ത് ചെയ്തു? അഞ്ജനാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അഞ്ജനാദേവിയോട് ചോദിച്ചു, നിന്റെ തപസ്സിൽ ഞാൻ സന്തോഷവാനാണ്, ഞാൻ എന്ത് വരമാണ് നിനക്ക് തരേണ്ടത്, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ തപസ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം അഞ്ജനാദേവി തൊഴുകയോടെ പറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേപോലെ സർവശക്തനായ ഒരു പുത്രൻ വേണം എന്ന് പറഞ്ഞു. അപ്പം വായുദേവൻ പറഞ്ഞു, ശരി, നിനക്ക് കഴിവും കരുത്തും സൗന്ദര്യവും സദ്ഗുണങ്ങളും ഒക്കെയുള്ള ഒരു പുത്രൻ നിനക്ക് ഉണ്ടാവും. ആ പുത്രൻ എൻ്റെ അംശം മാത്രമല്ല, സാക്ഷാൽ പരമശിവൻ്റെ ചൈതന്യവും ഉൾക്കൊണ്ട ഒരു പുത്രനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അഞ്ജനാദേവിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അഞ്ജനാദേവി തിരിച്ച് ഭർത്താവിൻ്റെ അടുക്കൽ, അതായത് കേസരിയുടെ അടുക്കൽ പോയിട്ട് ഈ സംഭവങ്ങളെല്ലാം ഭർത്താവിനോട് പറഞ്ഞു. അപ്പം രാജാവിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കൃത്യം 1 വർഷമായപ്പോൾ അവർക്ക് ഭയങ്കര തേജസ്സായിട്ടുള്ള ഒരു പുത്രൻ ജനിച്ചു. അപ്പം ആ പുത്രൻ ജനിച്ച സമയത്ത് വാനലോകത്തു നിന്ന് പുഷ്പവൃഷ്ടിയും വാദ്യമേളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അഞ്ജനാദേവിക്ക് ഉണ്ടായ ആ തേജസ്സാർന്ന പുത്രൻ, അതായത് അഞ്ജനാദേവിക്ക് ഉണ്ടായ പുത്രനായതുകൊണ്ട് ആ പുത്രനെ ആഞ്ജനേയനെന്നും, വായുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായ പുത്രനായതുകൊണ്ട് വായുപുത്രനെന്നും, പവനസുതനെന്നും, പിന്നെ കേസരി രാജാവിൻ്റെ പുത്രനായതുകൊണ്ട് കേസരി നന്ദനെന്നും ഒക്കെ ആ പുത്രന് പേര് വന്നു. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ജനനകഥ. ഇനി ഹനുമാൻ സ്വാമിയുടെ ലീലകൾ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ജയ് ശ്രീ രാധേ രാധേ.